എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയുമില്ല എന്നല്ലേ ചെയ്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദുഃഖത്തിന്റെ അവസരത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം നൽകുന്ന വലിയ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 102 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവമായ കർത്താവയോട് ഏൽപ്പിച്ചതായ ദൗത്യം നിറവേറ്റി അവിടുത്തെ സമയമായപ്പോൾ അവിടുത്തെ സന്നിധിയിൽ വിളിച്ച് ചേർത്ത മാതാവിന്റെ ധന്യമായ ജീവിതത്തിനായി ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. താൻ പാർത്തതായ ഭവനത്തോടും താൻ പാർത്തതായ ഈ പ്രദേശത്തോടും താൻ സഹവാസം ചെയ്തതായ മക്കളോടും പ്രിയപ്പെട്ടവരോടുമൊക്കെ ഇപ്പോൾ യാത്ര പറഞ്ഞ് പിരിയുകയാണല്ലോ. ആകയാൽ ദൈവമായ കർത്താവിൽ എന്നേക്കുമായുള്ള യാത്രയുടെ അവസാനവും പിരിയലുമല്ലല്ലോ. അതിനപ്പുറമായി ഞങ്ങൾക്ക് നിത്യതയുടെയും പ്രത്യാശയും ഒരു അവസരം അനുഭവം നൽകി തന്നിരിക്കാൻ നന്ദിയോട് സ്തോത്രം. എന്നാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര താൽക്കാലികനാകുന്നു. ദിവസത്തോറുള്ള സംഭവങ്ങളും അനുഭവങ്ങളും ഞങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ നീ ഞങ്ങളെ ഉപദേശിക്കണമേ. ആകയാൽ ഈ വേദനയും കഷ്ടതയും കണ്ണുനീരും വേർപാടുമുള്ള ലോകത്തിൽ പാർക്കുമ്പോൾ ഈ എന്റെ കണ്ണുനീർ കണ്ടും മിണ്ടാതിരിക്കരുതേ. ഞാൻ നിന്റെ സന്നിധിയിൽ എന്റെ സകല പിതാക്കന്മാരെയും പോലെ അന്യനും പരദേശിയുമാകുന്നു എന്ന തിരുവചന സത്യം ഓർക്കുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യപ്പെട്ട് ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ കർത്താവിനെ വിട്ട് അകന്ന് പരദേശികളായി പാർക്കുന്നു. അതുകൊണ്ട് ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അതുകൊണ്ട് ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു എന്ന തിരുവചന സത്യം ഓർക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർത്താൻ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന വിശുദ്ധനായ പൗലോസ് ഞങ്ങളെ ഓർപ്പിക്കും പ്രകാരം നിദ്ര കൊള്ളുന്നവരെ കുറിച്ചുള്ള യഥാർത്ഥമായ അറിവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവിതം എത്ര താൽക്കാലികമാകുന്നു ഓർക്കുവാൻ തക്കവണ്ണം എപ്പോഴാണ് ഈ ജീവിതം അവസാനിക്കുന്നതും എപ്പോഴാണ് ഇത് കടന്നു പോകുന്നത് ഞങ്ങൾക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുക്കുന്നതായ ഒരു ജീവിതം പരിശുദ്ധാത്മാവിന്റെ ആലോചന നൽകി ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ര വിശുദ്ധനായിരുന്നവൻ, സഭയുടെ ശില്പിയും പണിക്കാരനുമായിരുന്നവൻ തന്റെ ശരീരത്തിലെ വൈഷമ്യങ്ങളോടുകൂടെ ആ മരണത്തിന് അധീനമായ ശരീരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ ഇപ്രകാരം വീണ്ടും ഓർപ്പിച്ചതുകൊണ്ട് ദൈവമായ കർത്താവേ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിന്മേലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും എന്ന വലിയ വിശ്വാസത്തോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർക്കുന്നു ഭവനം, പ്രാർത്ഥതായ പ്രദേശം, സഹവാസം ചെയ്ത മക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവരോടും യാത്ര പറയും. എന്നാൽ വീണ്ടും കണ്ടുമുട്ടാനുള്ള പ്രത്യാശയോട് നിറയ്ക്കണമേ. സമാധാനം കൊണ്ട് വഴി നടത്തണമേ. കുറവുകളെയൊക്കെ അവിടുന്ന് ക്ഷമിക്കണമേ. വേഗം വരുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോട് കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ കടകളും ദോഷങ്ങളും ഞങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം, ദൈവത്തെയും അവന്റെ ഉത്തരണം നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവാശ്വാസപ്രദനായി കൂടിയിരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ കൃപ നാം എല്ലാവരോടും, വിശേഷാൽ ഈ ഭവനത്തിലുള്ള മക്കളോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവ
ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും ഉണർന്നുപോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം, യേശുവിനെ കാണണം. പ്രിയപ്പെട്ട അമ്മച്ചി 102 വർഷക്കാലം ഈ ലോകത്ത് ജീവിച്ചു ധന്യമായ ഒരു ജീവിതം പൂർത്തിയാക്കി തന്നെ അയച്ചവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്ന അവസരം. നാം പറയുകയാണെങ്കിൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട അമ്മച്ചി. കർത്താവിന്റെ സമയമായപ്പോൾ മടങ്ങിപ്പോകുന്ന ഒരവസരത്താണ് നാം കൂടിയിരിക്കുന്നത്. അമ്മച്ചിയുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പഴമൊഴിയുണ്ട്, ഫലം കൊണ്ട് വൃക്ഷത്തെ മനസ്സിലാക്കാമോ. അമ്മച്ചിയുടെ മകളുടെ ജീവിതം കണ്ടാൽ അറിയാം അമ്മച്ചിയുടെ ജീവിതം എങ്ങനെയായിരുന്നു. നല്ല പാരമ്പര്യങ്ങൾ ഇട്ടിട്ട് പോയിരിക്കുന്ന ഒരു അമ്മച്ചിയാണ്. മക്കളെ ആ രീതിയിൽ വളരെ ചിട്ടയോടുകൂടി വളർത്തി വലുതാക്കി ധന്യമായ കുടുംബജീവിതം അനുഭവിച്ചിട്ട് ഈ ലോകത്ത് യാത്രയായിരിക്കുന്ന ഒരു ധന്യമായ ജീവിതമാണ് ബഹുമാനപ്പെട്ട അമ്മച്ചി. സജീവമായിട്ട് കുടുംബമായിട്ട് അവർ ഇടവേള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ കുടുംബമായിട്ട് സന്തോഷത്തോടുകൂടി അവിടെ കഴിഞ്ഞുകൊണ്ടു. ഈ അമ്മച്ചിയുടെ എല്ലാ നല്ല അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങളുമായി സന്നിധാനം പങ്കുവെക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 2.5 വർഷം മുമ്പ്
മുമ്പ് അമ്മച്ചിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ കാണാൻ വരുവാനുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ വളരെ ധന്യമായ ഒരു ജീവിതം ഇട്ടേച്ചു പോയ ഈ അമ്മച്ചിയെ ഓർക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ജീവിതത്തിനപ്പുറമായി മറ്റൊരു ജീവിതം ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. കൊച്ചുമക്കൾക്കും എല്ലാവർക്കും, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും കായകളുടെ അനുശോചനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ക്ഷണിക്കുന്നു. കായകളുടെ വേണ്ടി ഇപ്പോൾ ശ്രീ തോമസ് കോശി അറിയിപ്പ് സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട മാതാവിൻ്റെ ഏർപ്പാടുകൾ ദുഃഖത്തിലിരിക്കുന്ന ദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ അമോനിക്ക കുടുംബത്തെ പ്രതിനിധീകരിച്ചിട്ട് രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ 3 ആളുകൾ, മൂത്ത 2 ആളുകൾ മന്നാർത്തി പ്രദേശത്ത് താമസിക്കുന്നു. ഇളയ പാപ്പൻ ഞങ്ങളുടെ പഴയ കുടുംബത്തിൽ താമസം. ഇളയ പാപ്പൻ്റെ സഹധർമ്മിണിയാണ് നമ്മെ വിട്ട് കടന്നുപോയ ഈ പ്രിയ മാതാവ്. പലപ്പോഴും മാതാവിനെ സന്ദർശിക്കാൻ പോകാറുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ സന്ദർഭത്തിൽ കണ്ട ഒരു കാഴ്ച എന്നെ വളരെ സന്തോഷിപ്പിച്ചു. അടുത്ത സമയത്താണ് കാഴ്ച നഷ്ടപ്പെട്ടത്, കേൾവി നഷ്ടപ്പെട്ടു. അതിന് മുമ്പുള്ള സംഭവം, ഞാൻ സന്ദർശിക്കാൻ വന്ന അവസരത്തിൽ സിറ്റൗട്ടിൽ നിന്ന് വേദപുസ്തകം തുറന്ന് ഓരോ അക്ഷരം കൈതൊട്ട് വായിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത്. മാർത്താമക്കാരൻ നവീകരണ സഭാംഗങ്ങളാണ് പറയുന്നത്. അതിൻ്റെ ലക്ഷണമായിട്ട് പറയാറുള്ളത് തുറന്ന വേദപുസ്തകം. പ്രായമായി ഇനി എന്നാത്തിനാണ് വായിക്കുന്നതെന്ന് ചിന്തിക്കാതെ വീട് കിട്ടുന്ന സമയം വേദപുസ്തകം വായിച്ച് പഠിക്കുന്നതിന് പ്രത്യേക താല്പര്യം മാതാവ് കാണിച്ചു. ഭദ്രമായ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത കാലഘട്ടത്തിൽ എഴുത്തുപേരെ വളർത്തി കാലോചിതമായ വിദ്യാഭ്യാസം കൊണ്ട് അവരെ ഓരോരോ സ്ഥാനത്ത് ആക്കുവാൻ ഈ മാതാവ് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട്, ബാധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യം. അത് അക്ഷരാർത്ഥത്തിൽ ഈ മാതാവിനെ സംബന്ധിച്ച് ശരിയാണ് എന്ന കാര്യത്തിൽ സംശയം. ധന്യമായിട്ടുള്ള ജീവിതത്തിലുള്ള ആരോടും പകയും വിദ്വേഷമില്ല. പാപ്പനും ഏതാണ്ട് 90 കഴിഞ്ഞ് നമ്മളോടടുത്ത സമയത്താണ് ഇടപെട്ടത്. ഞങ്ങളുടെ കുടുംബത്തിൽ സാധാരണ പ്രായം കുറവുള്ളവരാണ് കൂടുതൽ മരിച്ചിട്ടുള്ളത്. 102 വർഷക്കാലം ജീവിക്കാനുള്ള ഭാഗ്യം മാതാവിന് ലഭിച്ചു. ദീർഘായുസ് കൊണ്ട് ഞാൻ അന്ന് തൃപ്തികല്ല. ദീർഘനാളുകൾ 100 വർഷം ഈ ലോകത്ത് ജീവിച്ചു. മാതാവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ് ഭാഗ്യമരണം എന്ന് പറയുന്നതിൽ സംശയം. ആരെയും ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് ഭാരതത്തിൽ വെച്ച് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ സ്നേഹ സൽക്കാരങ്ങൾ ഇന്ന് മുതിർന്നവർക്ക് വളരെ വിരളമായ കരുത്തുള്ളൂ. ഞാൻ ഇളയ മകൻ്റെ ഭവനത്തിലാണ്, രാജൻ്റെ ഭവനത്തിൽ താമസിച്ചത്. അവിടെ
അവർക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകളും നിറവേറ്റി സന്തോഷത്തോടെ നല്ല പോകരുത് ഓട്ടം തികച്ച് വിശ്വാസങ്ങൾ നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് അത്ര സന്നിധിയിലേക്ക് കടന്നുപോയി എത്തിക്കേണ്ട കാര്യമില്ല. വിട്ടുവരുന്ന കർത്താവിനോടുകൂടെ ഇരിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നത് ലാഭം, മരണം ലാഭം. ഈ കഷ്ടത പ്രയാസമുണ്ടാകും. ലോകത്തിൽ നിന്ന് ഒന്നുമില്ലാത്ത ഇടത്തേക്കാണ് പോയിരിക്കുന്നത്. നമ്മുടെ ഭാഗ്യമാണ് നാം പ്രാപിച്ച മാതാവെങ്കിലും നമ്മളെ സ്നേഹിച്ചാലും നാം സ്നേഹിച്ചാലും നമ്മളോടുകൂടാതെ പോകുമ്പോൾ വേദനയുണ്ട്. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവാശ്വാസം പകരട്ടെ. മുഴുകിയ കുടുംബത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളും വിചാരിച്ച് ഞങ്ങളുടെ വിജയിച്ചുകൊണ്ട് വേർപാട് ദുഃഖിതരായി ഈശോ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന പ്രിയപ്പെട്ടവർ, ഏകദേശം 86 വർഷം മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ഇളയ അപ്പച്ചൻ ദത്തോസപ്പച്ചൻ്റെ ഭാര്യയായിട്ട് കുടുംബത്തിൽ വന്ന ഈ അമ്മച്ചി ഞങ്ങളുടെ കുടുംബ വീട്ടിൽ താമസിച്ച് കുടുംബത്തിൻ്റെതായ അന്തസ്സും അഭിജാത്യവും പുലർത്തി ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിച്ച അമ്മച്ചിയാണെന്ന് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് ബിസിനസ്പരമായിട്ടൊക്കെ അപ്പച്ചൻ ജീവിതം ആരംഭിച്ച് മുന്നോട്ട് പോയെങ്കിലും തൻ്റെ പിതാവ് കാണിച്ചു കൊടുത്തിട്ടുള്ള ദർശനം വിടാതെ സുവിശേഷത്തിൽ അടിയുറച്ച് സന്നദ്ധ സുവിശേഷ സംഘത്തിൽ കൂടി എങ്ങനെ പ്രവർത്തിക്കാം, ഏത് രീതിയിൽ സുവിശേഷം അറിയിക്കാം, എങ്ങനെ ഒരാത്മാവിനെ നേടാമെന്നുള്ള ചിന്തയോടെ പകലന്ത്യത്തോടും രാത്രികാലങ്ങളിലും ഭവന സന്ദർശനങ്ങൾ നടത്തുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തിട്ടുള്ള വലിയവനായ ഒരു അപ്പച്ചൻ്റെ നിലവിളിയാണെന്ന് പറയുമായിരുന്നു. എനിക്ക് ദീർഘായുസ് ദൈവം തരുന്നു. പക്ഷെ അതിനേക്കാൾ പിന്നെയും 4 വർഷം കൂടെ ജീവിച്ചിരിക്കുവാനുള്ള അവസരം ഞങ്ങളുടെ ഈ അമ്മച്ചിക്ക് ദൈവം കൊടുത്തു. സുഖകരമായ ഒരു ജീവിതം നയിച്ചു. ആ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ അമ്മച്ചിക്ക് പ്രാർത്ഥനയും ഹല്ലേലൂയയുമാണ് അമ്മച്ചിയുടെ കേൾക്കുന്നത്. ഞങ്ങളുടെ മറ്റ് സഹോദരന്മാരുടെ വീട്ടിൽ അതൊന്നും അത്രയും വലുതായിട്ട് കേൾക്കുന്നില്ല. പ്രാർത്ഥനയില്ലെന്ന് തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയൊക്കെ ഭംഗിയായിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് അമ്മച്ചിയുടെ ഭവനത്തിൽ അത് കേൾക്കാൻ സാധിക്കും. അല്പസമയം കഴിയുമ്പോൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അമ്മച്ചി എന്നേക്കുമായി ഞങ്ങളെ തന്നെ പറയപ്പെടുക. സർവശക്തി കൊടുത്തതായ ആയുസ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്ന ഉപകാരങ്ങൾക്ക് വേണ്ടി നന്ദി പറയും. ഒരു പ്രത്യാശയാണ് ഞങ്ങളുടെ മാതാപിതാക്കന്മാരൊക്കെ പോയ സ്ഥലത്ത് ഞാൻ നമ്മളെ ചിന്തിച്ചേരാം. ആ പ്രത്യാശയുടെ തുറമുഖത്ത് ഞങ്ങൾ എല്ലാവരും കാണുന്നു. ദൈവം തന്നെ മക്കളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ഭവനത്തിലുള്ള സഹോദരങ്ങളെയും സഹോദരിമാരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയുടെ ഒരു മകളും മാത്രം കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നുണ്ട്. വേണ്ട സമാധാനം കൊടുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആശ്വാസം വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കും സമാധാനം കൊടുക്കട്ടെ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ അമ്മയുടെ ക്ഷീണമായി കിടന്ന സമയങ്ങളിൽ അനേക പ്രാവശ്യം ഒഴുകിനെ ചെയ്തിട്ടുണ്ട്. ഏത് സമയത്ത് ചെന്നാലും കർത്താവേ സ്തോത്രം, അല്ലെങ്കിൽ ആ സ്തോത്രം കൈ 2 കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായ, അല്ലെങ്കിൽ പറയുന്നതായ ഒരു പ്രിയപ്പെട്ട വാത്സല്യം മാതാവായിരുന്നു. മൂരിക്കൽ ഈ പ്രിയപ്പെട്ട മാതാവ്
ആ പാലത്തിൻ്റെ മാതാവിൻ്റെ മക്കളെയും കണ്ട്, കൊച്ചുമക്കളെയും കണ്ട്, കൊച്ചുമക്കളുടെ മക്കളെയും കണ്ട്, തലമുറക്കാരെ കണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ അമ്മയായി ദൈവത്തിൻ്റെ തൻ്റെയൊക്കെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ആ മാറ്റപ്പെട്ടിരിക്കുന്ന അമ്മയെ കൊണ്ട് ആർക്കും ഒരു മക്കൾക്കും ദുഃഖിക്കാനായിട്ട് ഒരു അപകടം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ മാതൃക പിന്തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഉടനെയായി യാത്ര ചെയ്യാൻ തക്കണം. കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിശുദ്ധമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷനായ പോറ്റി ഒരു സമർപ്പിക്കുന്നതായി. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സ്നേഹിതരെ, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടുള്ള ഒന്നാണ് മരണം. നിശ്ചയമില്ലാത്ത ഒന്നാണ് ഇതിൻ്റെ സമയം. നമ്മൾ ഓരോരുത്തരും ഈ മരണം അഭിമുഖീകരിക്കേണ്ടവരാണ്. ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ. ഇന്ന് നമ്മളിൽ നിന്നും വേർപെട്ടു പോയിരിക്കുകയാണ്. ഏത് പ്രായത്തിലായാലും ഏത് അവസ്ഥയിലായാലും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യപ്പെടുന്നവരെ വേർപെട്ടു പോകുമ്പോൾ ആ വേർപാട് ദുഃഖകരമാണ്. ഒരു വേർപാടല്ലെന്നും ഒരു താൽക്കാലിക വേർപാട് മാത്രമാണെന്നും ആ നിത്യതയിൽ വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം എന്നുള്ളൊരു പ്രത്യാശ ഉള്ളതുകൊണ്ട് നമുക്കവിടെ ദുഃഖത്തിന് അവകാശമില്ല. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അമ്മച്ചിക്ക് ദൈവം വളരെ നല്ല ഒരു ദീർഘായുസ് കൊടുത്തു. വിശ്വസ്തയോടുകൂടി ചെയ്തു തീർക്കുവാനുള്ള അവസരം ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് ലഭിച്ചു. ഈ ലോകത്തിലെ 102 വർഷക്കാലത്തെ ജീവിതം നല്ല സന്തോഷവും സമാധാനമായ ഒരു കുടുംബജീവിതം നയിക്കുവാണ്. ദൈവം ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ ദൈവത്തിൽ അടി കുറച്ച് വിശ്വാസമുള്ളവരായി വളർത്തിക്കൊണ്ടുവരുവാണ്. അങ്ങനെ മക്കളെയും മക്കളുടെ മക്കളെയും വളരെ അനുഗ്രഹീതമായ തലമുറകളെ കണ്ട് സന്തോഷിക്കാനുള്ള അവസരം ഈ പ്രിയപ്പെട്ട മാതാവിന് ലഭിച്ചു. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ സേവനം പഴവങ്ങാടിക്കര ഇടവകയ്ക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ നന്ദിപൂർവ്വം ഈ സമയം